മുരിങ്ങ കിട്ടി. ഇനി എനിക്ക് കുറച്ച് കാന്താരി മുളകും കൂടി വേണം. ഏമേ ഞാൻ ബാക്കിൽ പോയോക്കട്ടെ. അങ്ങനെ കാന്താരി മുളക് പറിക്കട്ടെ. കാന്താരി മുളക് ഇതാ ഇഷ്ടം പോലെ ഉണ്ട് മുരിങ്ങ താളിപ്പക്ക്. എനിക്കേതായാലും ഇത് മതി. ആ മുരിങ്ങയ്ക്ക് ഇതന്നെ മുഴുവനും വേണ്ട. മുളകോ ഉപ്പിട്ട് വെക്ക്. ഉപ്പിട്ട് കാണ്ടോ? എന്നാലോ കേടരൂല. ഉപ്പിട്ട് വെക്കല്ലേ കുപ്പിയില് സുർക്കൊക്കെ ഇട്ട്. ഞാൻ പോയി താളിക്കട്ടെട്ടമ്മ മുരിങ്ങ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ സ്പെഷ്യൽ അറിയുന്ന മുരിങ്ങ താളിപ്പ്, ഉണക്കൽ പൊരിച്ചത്, അതുപോലെ ചെറിയ ഉള്ളിയും കാന്താരിയൊക്കെ ഇട്ടിട്ടൊരു ചമ്മന്തിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് നിങ്ങൾ ഉണ്ടാക്കലുണ്ടോ? ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ മുരിങ്ങ താളിക്കുകയാണ് ഞാൻ. ചെറിയുള്ളി നല്ലതുപോലെ മൂത്തതിന് ശേഷം കാന്താരി ഇട്ട് ഇളക്കി ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ മുരിങ്ങ നല്ലോണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുരിങ്ങ താളിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാവൂലേ? സത്യം പറയുകയാണെങ്കിൽ ഈ ബിരിയാണി, കബ്സ, നമ്മുടെ ഫാസ്റ്റ് ഫുഡ് അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ഇങ്ങനെയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ല ഭക്ഷണം കേട്ടോ. നമ്മുടെ സ്കിന്നിനും നമ്മുടെ തലമുടിക്കും പ്രതിരോധ ശേഷി ഉണ്ടാകാനൊക്കെ മുരിങ്ങയില നല്ലതാട്ടോ. പിന്നെ ഉണക്കമീൻ നമുക്ക് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു കാര്യമില്ല. ടേസ്റ്റോടെ അങ്ങനെ കറുമുറ് കഴിക്കുക, അത്രയേ ഉള്ളൂ. ഉപ്പ് നല്ലോണം വെള്ളത്തിലിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം ഉണക്കമീൻ പൊരിച്ച് കഴിച്ചാൽ മതിയേ. പിന്നെ അദ്ദേഹം കുറച്ചുകൂടെ കാന്താരി മുളക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. ഇതാ ചെറിയുള്ളിയും കാന്താരിയും കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ കുഞ്ഞുരലിൽ കുത്തി ഒരു ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ ഞാൻ. കല്ലുപ്പ് തന്നെ വേണം, അപ്പോഴത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ ഉള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി അരച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊരു പാത്രത്തിൽ ഒഴിവാക്കാതെ ഈ കല്ല് ഉരലിൽ നിന്ന് തന്നെ ഇതിന്ന് സ്പൂൺ കൊണ്ട് എടുത്ത് ചോറിലേക്ക് ഇട്ട് കഴിക്കണം കേട്ടോ. ഞാനിങ്ങനെ അരച്ച് വെച്ച് 2 ദിവസമൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് കേടൊന്നും വരില്ല. അപ്പോൾ അത് അന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല റേഷനരി ചോറും മുരിങ്ങ താളിപ്പും അതുപോലെ തന്നെ കുറച്ച് പാവയ്ക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കയ്പം കൊണ്ടൊരു ഉപ്പേരി, കുറച്ച് നാളികേരമൊക്കെ ചതച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ എന്ന് പറയാൻ മുരിങ്ങ താളിപ്പാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, മുരിങ്ങ താളിപ്പ്. പിന്നെ പാവയ്ക്ക ഉപ്പേരി, പിന്നെ നമ്മുടെ കുട്ടപ്പൻ മീൻ വറുത്തത്, മീനിൻ്റെ വാലൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ സ്പെഷ്യൽ ചമ്മന്തി എന്ന് പറയുന്നത് ചെറിയുള്ളിയും കാന്താരിയും ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്. ഈ ഉള്ളി ഉണ്ടല്ലോ ചതഞ്ഞിട്ടൊന്നുമില്ല, ചതയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഉള്ളി അങ്ങനെ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ടാറ്റാ.